മുൻ ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്ത് കസ്റ്റഡിയിൽ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലാണ് നടപടി. പ്രശാന്തിനെ കൊല്ലം പോലീസ് ക്ലബ്ബിൽ എത്തിച്ചു. വിശദാംശങ്ങളുമായി സുധീഷ് ചേരുകയാണ്. സുധീഷ്, ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ നിർണായകമായ ഒരു നീക്കമാണ് നടന്നിരിക്കുന്നത്. PS പ്രശാന്തിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. ഉടൻ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തും. അതിനോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന 7 അംഗങ്ങൾക്കെതിരെയും ഇപ്പോൾ അന്വേഷണം നീളുകയില്ലേ? അവർക്കെതിരെയും ഉടനെ നടപടി ഉണ്ടാകില്ലേ? തീർച്ചയായും ഐശ്വര്യ, രാവിലെ തിരുവനന്തപുരത്ത് നിന്നും പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്ത PS പ്രശാന്തിനെ പോലീസ് ക്ലബ്ബിൽ എത്തിച്ചിരിക്കുകയാണ്. പോലീസ് ക്ലബ്ബിൽ ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവി, ഇപ്പോൾ DCP ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ചോദ്യം ചെയ്യൽ നടന്നു വരികയാണ്. ഇപ്പോൾ കൊല്ലത്തെ പോലീസ് ക്ലബ്ബിലാണ് ഇപ്പോൾ PS പ്രശാന്ത് ഉള്ളത്. പക്ഷേ ചോദ്യം ചെയ്യലൊക്കെ പൂർത്തിയായതിനു ശേഷം അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം കൊല്ലം വിജിലൻസ് കോടതിയിലാണ് കേസുമായി ബന്ധപ്പെട്ടുള്ള വിചാരണ നടപടിക്രമങ്ങളൊക്കെ നടക്കുക. അതുകൊണ്ട് തന്നെ കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിനുശേഷമായിരിക്കും SIT ഒരുപക്ഷെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടുകയോ അല്ലെങ്കിൽ ഇയാളെ റിമാൻഡ് ചെയ്യുകയോ ചെയ്യുന്ന നടപടിക്രമങ്ങളിലേക്കായിരിക്കും കോടതി കടക്കുക. എന്തായാലും ഇപ്പോൾ കൊല്ലം പോലീസ് ക്ലബ്ബിൽ എത്തിച്ച PS പ്രശാന്തിനെ ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ ചോദ്യം ചെയ്യുകയാണ്. 2025 അദ്ദേഹം ദേവസ്വം ബോർഡ് പ്രസിഡന്റായി ചുമതലയേൽക്കുമെങ്കിലും അദ്ദേഹത്തിനെതിരെ പ്രധാന ആരോപണങ്ങൾ എന്ന് പറയുന്നത് ഈ ശബരിമലയിലെ 2025 ദ്വാരപാല ശില്പങ്ങൾ സ്വർണ്ണം പൂശുന്നതിനായി ചെന്നിലേക്ക് കൊണ്ടുപോയ നടപടിയിൽ അദ്ദേഹം അന്ന് ഭരണസമിതിയിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിക്ക് പങ്കുണ്ട് എന്നായിരുന്നു SITയുടെ കണ്ടെത്തലുണ്ടായത്. പക്ഷേ ഇതൊക്കെ നിരാകരിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇതൊന്നും ഈ ഇത്തരം ആരോപണങ്ങളൊക്കെ SITയുടെ ഇത്തരം വിമർശനങ്ങളൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ടായിരുന്നു PS പ്രശാന്ത് ഇതുവരെ ഈ കാര്യങ്ങളുമായി ഇതിനെ എതിർത്തുകൊണ്ട് ഇതിനെതിരെ ഫൈറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ ഒരു കേസിന്റെ നിർണായകമായ ഘട്ടങ്ങളിൽ, അതായത് കേസുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ടുകൾ വീണ്ടും കോടതിയിൽ സമർപ്പിക്കുന്ന സാഹചര്യങ്ങളിലേക്ക് എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് SIT ഇപ്പോഴത്തേക്കുമായ ഒരു നിർണായക നീക്കം. മുൻപ് പലതവണ ഈ PS പ്രശാന്തിലേക്ക് അറസ്റ്റ് എത്തും എന്നുള്ള തരത്തിലുള്ള ഒരു അഭ്യൂഹങ്ങളൊക്കെ ഉയർന്നിരുന്നു. PS പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യാൻ തോന്നുന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു. പക്ഷേ അപ്പോഴൊക്കെ PS പ്രശാന്ത് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായി അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ചോദ്യം ചെയ്യലിൽ നിന്നൊക്കെ ഒഴിവായി നിൽക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. എന്നാലും ഇപ്പോൾ ഈ PS പ്രശാന്തിന്റെ കേസുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുക്കുകയും കൊല്ലം പോലീസ് ക്ലബ്ബിൽ എത്തിച്ച് വിശദമായ ചോദ്യം ചെയ്യൽ നടത്തുകയായിരുന്നു. ഈ 2019 സ്വർണ്ണക്കൊള്ള മറച്ചു വെക്കുന്നതിന് വേണ്ടി 2025 ഈ സ്വർണ്ണം പൂശൽ നടപടികൾ ഉപയോഗിച്ചിരുന്ന ഒരു സംശയം ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. കാരണം ഈ 2019 ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള സ്വർണ്ണക്കൊള്ളകൾ ശബരിമലയിൽ മുഖ്യമായി ഈ പറയുന്ന കേസുമായി ബന്ധപ്പെട്ടുള്ള ഈ ഇപ്പോൾ ഉയർന്നു വന്ന ഈ സ്വർണ്ണക്കൊള്ളമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പക്ഷേ 2025 ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് ഭരണസമിതി ഉള്ള സമയത്തായിരുന്നു ഈ ഒരു കാര്യം മറച്ചുവെക്കാൻ, അല്ലെങ്കിൽ സ്വർണ്ണക്കൊള്ള മറച്ചുവെക്കുന്നതിന് വേണ്ടി ഈ 2025 സ്വർണ്ണം പൂശൽ നടപടികൾ നടത്തി എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഈ പുറത്തു വരുന്ന അന്വേഷണ റിപ്പോർട്ടിൽ പ്രത്യേക അന്വേഷണ സംഘം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. 2026 ഈ ജൂലൈ 23 ഇപ്പോൾ ഈ പറയുന്ന പോലെ ഇപ്പോൾ ഈ PS പ്രശാന്തിലേക്ക് അറസ്റ്റ് എത്തി നിൽക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങളിലേക്ക് കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്ന SIT എന്ന് വേണം നമുക്ക് കരുതാൻ. ഏതായാലും PS പ്രശാന്തിൽ നിന്നും ലഭിക്കേണ്ട ചില നിർണായക വിവരങ്ങൾ, PS പ്രശാന്തിന്റെ നിലപാട് ഈ കാര്യങ്ങളൊക്കെ തന്നെ താൻ കോടതിയെ, അതായത് ഈ നടന്ന കാര്യങ്ങൾ താൻ കോടതിയെ അറിയിച്ചിരുന്നില്ല, അല്ലെങ്കിൽ ആ കാര്യങ്ങളിൽ മാത്രമാണ് ഈ സ്വർണ്ണ പൂശലുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ മാത്രമാണ് കോടതിയെ അറിയിക്കുന്നതുമായി ബന്ധപ്പെട്ട് മാത്രമാണ് തനിക്ക് വീഴ്ച ഉണ്ടായിട്ടുള്ളത് എന്ന തരത്തിലുള്ള ഒരു കാര്യമാണ് PS പ്രശാന്ത് പറയുന്നത്. എന്നാലും ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘം പോലീസ് ക്ലബ്ബിൽ എത്തിച്ച PS പ്രശാന്തിനെ വിശദമായ ചോദ്യം ചെയ്യാൻ പുരോഗമിക്കുകയാണ്. അതെ സുധീഷ്, വിശദമായ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. ഇന്ന് രാവിലെ 8 മണിക്കാണ് PS പ്രശാന്തിനെ തിരുവനന്തപുരത്ത് നിന്ന് അദ്ദേഹത്തിന്റെ വസതിയിൽ നിന്നും കസ്റ്റഡിയിലെടുക്കുന്നത്. അപ്പോൾ അതിന് തൊട്ട് മുൻപ്, മണിക്കൂറുകൾക്ക് മുമ്പ് അദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുകയുണ്ടായി. 2025 ഞങ്ങൾ ചെയ്ത തെറ്റ് എന്താണ്, അതായത് ഈ ഒരു സ്വർണ്ണമോഷണ കേസ് പുറത്തു വരാൻ നിമിത്തമായി മാറുകയും സത്യസന്ധമായി പ്രവർത്തിക്കുകയും ചെയ്തത് തങ്ങളുടെ ആ ഒരു ഭരണസമിതിയാണ് എന്നും, പക്ഷേ ഈ ഒരു അറസ്റ്റിന് പിന്നിൽ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നും ഈ അറസ്റ്റിന് പിന്നിൽ രാഷ്ട്രീയ സമ്മർദ്ദമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് താൻ ഏത് നിമിഷവും അറസ്റ്റിലാകുമെന്ന് PS പ്രശാന്ത് തന്നെ മനസ്സിലാക്കിയിരുന്നു, അല്ലേ? തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് കോടതിയിലേക്ക് മുന്നോട്ട് പോകുന്നു, അല്ലെങ്കിൽ കോടതിയിൽ ഉടൻ തന്നെ സമർപ്പിക്കുന്ന സംസാരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. കൂടിയായിരുന്നു നടന്ന സംഭവങ്ങളിൽ ഭരണസമിതിയാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ പുറത്തു കൊണ്ടുവരുന്നത്.
വീട്ടിൽ വന്നിരുന്ന